ഇളനീര് വേണേ. കുറച്ച് കാമ്പ് കൂടുതലെല്ലാം ഉണ്ടാവോ? തേങ്ങ എടുക്കണ്ടായിരുന്നു. കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അല്ലേ? തേങ്ങ എടുക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് തേങ്ങ വെച്ചാൽ പറയും. അങ്ങനെ നമ്മൾ 4 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 180 റുപ്യ 4 ഇളനീരിന്. അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ശുദ്ധമായ ഇളനീർ വെള്ളം. അങ്ങനെ ചൂഴ്ന്നെടുത്തിട്ടുള്ളതാ കാമ്പ് നമ്മളെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മിക്സിന്റെ ജാറിലേക്ക് ഇതൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കട്ടോ. മുഴുവനായിട്ട് ഞാൻ ഇടുന്നില്ലേ. ഇളനീരത്തെ വെള്ളം കാമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 3 ഏലക്കായ കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ചൊയൊക്കെ ഉണ്ടാവും. നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചു ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ആ ഇളനീർ ജ്യൂസ്. മൈസൂർ പഴം ഇതാ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ച് കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് ഇതാ ഉടച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇളനീരില്ലേ, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊരിയവില് മുകളിലേക്കായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ജ്യൂസ് പൊരിയവില് മുകളിലേക്കായിട്ട് ഇട്ടുകൊടുക്കാം. ജ്യൂസ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീര് ചേർത്ത് കൊടുക്കണേ. ടൂട്ടി ഫ്രൂട്ടും കൂടി അങ്ങോട്ട് ആയാൽ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള അവിൽ മിൽക്ക് റെഡി. അവിൽ മിൽക്ക് ഇങ്ങനെ അടിക്കാന്നുള്ള ഇപ്പോഴാണ് മനസ്സിലാണ്. ഇങ്ങനെ കുടിക്കാന്നുള്ള ഒരു പുതിയ അനുഭവമായിട്ടൊക്കെ തോന്നുന്നത്. ഐസ് ക്യൂബ് ഇട്ട് ഇങ്ങോട്ട് തണുക്കുമ്പോഴേ നല്ല ടേസ്റ്റ്. ഇതിന്റെ റിയൽ ടേസ്റ്റ് തന്നെ തണുപ്പിക്കുമ്പോഴാട്ടോ.